താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി കണ്ണുകളാൽ കൽവുകളിൽ കല്ലെറിയുന്നോളെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പങ്കുറങ്കുള്ളോളെ 1 + 1 = 2. കണക്ക് ശാസ്ത്രത്തിൽ നീ ഒരു പുതിയ തത്വം കണ്ടുപിടിച്ചല്ലേടാ കേരള വെഞ്ചാല്. ഉമ്മണി വല്യൊന്നു വിളിയടാ. ഉമ്മണി വല്യൊന്നേ. നീട്ടടാ കൈ. എല്ലാം കൂടെ ചേർന്ന് മുടി വലിയൊരു അടിയായി വിചാരിച്ചോ? രണ്ടാന്ന് ആർക്കാ അറിയാത്തെ? എത്ര വട്ടം പഠിപ്പിച്ചെന്നതാ കണക്ക് പട്ടികയും ഗുണന പട്ടികയും? നാരായണ പിള്ള സാർ എത്ര വർഷം പറഞ്ഞതാ ഒന്ന് ആലോചിച്ച് ഉത്തരം പറയാവൂന്ന്? ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോകുകയാണ്. സൂറ ദേ നോക്കിക്കേ, ആ 2 പുഴകളും ഒഴുകണത്. അവിടെ ചേരുമ്പോ വലിയ പുഴയായില്ലേ ഉമ്മണി, വലിയ പുഴ. ശരിയാ, വാ പോകാം. അന്നൊരു നാളമ്പിളിമാൻ വമ്പനായി വന്നു. അന്നൊരു നാളമ്പിളിമാൻ വമ്പനായി വന്നു. ബേപ്പൂർ സുൽത്താൻ എന്ന് പരക്കെ അറിയപ്പെടുന്ന മലയാളികളുടെ പ്രിയ കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. 1908 കോട്ടയം ജില്ലയിലെ വൈക്കം തലവലപ്പറമ്പിലാണ് ജനനം. വൈക്കം ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യുവാവായ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകുന്നതും കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതും. 1.5 പതിറ്റാണ്ടോളം ആഫ്രിക്ക, അറേബ്യ, ഏഷ്യ ഭൂഖണ്ഡങ്ങളിൽ പല ജോലികൾ ചെയ്തും പല പല വേഷങ്ങളിലും നാടോടിയായും സഞ്ചാരിയായും തടവുപുള്ളിയായും അലയുന്നതിനിടയിൽ അദ്ദേഹം ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി.
പോലീസുകാരിൽ നിന്നും തടവുകാരിൽ നിന്നും അദ്ദേഹം കേട്ട കഥകൾ പിന്നീടുള്ള കൃതികളിൽ പ്രത്യക്ഷപ്പെട്ടു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരു കരിയർ ഉണ്ടാക്കി. 1982 ഇന്ത്യ ഗവൺമെന്റ് പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ നൽകി ആദരിച്ചു. തുടർന്ന് നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം തുടങ്ങിയ കൃതികളിലൂടെ സുഹറയെയും മജീദിനെയും കുഞ്ഞിപ്പാത്തുമ്മയും ഒക്കെ മലയാളത്തിന് സമ്മാനിച്ച വൈക്കം മുഹമ്മദ് ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ശ്രീ തിക്കോടിയൻ. അദ്ദേഹം ഒരിക്കലും ഒരു ഉപദേശം നൽകുന്ന എഴുത്തുകാരനായിരുന്നില്ല. ജീവിതം ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ജീവിക്കരുതെന്ന് അദ്ദേഹം ആരോടും പറഞ്ഞില്ല. പകരം അദ്ദേഹം തൻ്റെ ജീവിതം നമ്മുടെ മുന്നിലേക്ക് തുറന്നുവെച്ചു. അതിൽ ശരിയും തെറ്റും കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം വായനക്കാരന് വിട്ടുകൊടുത്തു. അതൊരു തരം ജനാധിപത്യപരമായ എഴുത്തായിരുന്നു. വായനക്കാരനെ ഒപ്പം കൂട്ടിക്കൊണ്ടുള്ള ഒരു യാത്ര. ആ യാത്രയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായി മാറുന്നു. അങ്ങനെ വൈക്കത്തെ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ലോകം മുഴുവൻ അലഞ്ഞുതിരിഞ്ഞ് ജയിലഴികൾക്കുള്ളിലിരുന്ന് പ്രണയിച്ച് ഒടുവിൽ ബേപ്പൂരിലെ മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലിരുന്ന് കഥകളുടെ ഒരു വലിയ ലോകം സൃഷ്ടിച്ച ആ സുൽത്താൻ ഇന്ന് നമ്മോടൊപ്പം ശരീരരൂപത്തിലില്ല. പക്ഷേ അദ്ദേഹം ഒരിക്കലും മരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ അക്ഷരങ്ങളിലൂടെയും അദ്ദേഹം ജീവിക്കുന്നു. ഓരോ തവണ നമ്മൾ ബാല്യകാല സഖി എടുത്തു വായിക്കുമ്പോഴും സുഹറയുടെ ഓർമ്മയിൽ മജീദിനോടൊപ്പം നമ്മുടെയും ഹൃദയം വേദനിക്കുന്നു. ഓരോ തവണ പാത്തുമ്മയുടെ ആട് വായിക്കുമ്പോഴും ആ വീട്ടിലെ ബഹളങ്ങളിൽ നമ്മളും ഒരാളായി മാറുന്നു. കാലം ഇനിയും ഒരുപാട് മുന്നോട്ടു പോകും. പുതിയ എഴുത്തുകാർ വരും, പുതിയ സാഹിത്യ പ്രസ്ഥാനങ്ങളുണ്ടാകും. പക്ഷേ ആ മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിലെ സിംഹാസനം എന്നും ഒഴിഞ്ഞുകിടക്കും. കാരണം ബേപ്പൂരിനൊരു സുൽത്താനേയുള്ളൂ. അത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. മലയാളികൾ ഉള്ളിടത്തോളം കാലം, സ്നേഹവും ചിരിയും ഉള്ളിടത്തോളം കാലം ആ സുൽത്താൻ നമ്മുടെ എല്ലാം മനസ്സിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. ബഷീർ എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. ആളെ മനസ്സിലായില്ലേ? വൈക്കം മുഹമ്മദ് ബഷീർ, എ വെരി ഒറിജിനൽ റൈറ്റർ, എക്സെപ്ഷണലി ബ്രില്യന്റ്. ജീവനുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് തന്റേതായ ഒരു കഥാപ്രപഞ്ചത്തിന് ഇവിടെ പിറവി കൊടുത്തുകൊണ്ട് ഞാൻ ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ നേരെ കീഴിലുള്ള മറ്റൊരു ഉപദൈവം എന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. ആ അവകാശപ്പെടൽ എന്ന് പറയുന്നത് ആ ജീവിതം നമ്മുടെ മുമ്പിൽ അവശേഷിപ്പിക്കുന്ന ബാക്കിപത്രത്തിന്റെ പോലുള്ളതാണ്. ബഷീറിന് മരണമില്ല എന്ന് മലയാള ഭാഷയെ വിന്യസിക്കുന്ന തലമുറകൾ ഏറ്റുപറയുന്നതും അതുകൊണ്ടാണ്.